രാത്രി ആഹാരമൊക്കെ കഴിച്ച ശേഷം റൂമിൽ വന്ന് ബുക്കും തുറന്നു വെച്ച് ഇരിപ്പാണ് ദിവി. മുന്നിൽ ബുക്കുണ്ടെങ്കിലും ശ്രദ്ധ മുഴുവൻ മറ്റെവിടെയോ ആണ്. ധ്രുവ് മുറിയിലേക്ക് വന്നതും കാണുന്നത് എന്തോ ഓർത്തിരിക്കുന്ന ദിവ്യയാണ്. ഇവളിത് ആരെ സ്വപ്നം കാണുക ഈ പാതിരാത്രി? അതും പറഞ്ഞ് ധ്രുവ് അവർക്കരികിലേക്ക് ചെന്നു. നീ ബുക്ക് തുറന്നു വെച്ച് ആരെ സ്വപ്നം കാണുവാ? ധ്രുവ് ചോദിച്ചതും ദിവ്യ ഞെട്ടി അവനെ നോക്കി. നീയായിരുന്നോ? ഞാൻ പേടിച്ചുപോയി. അവൾ നെഞ്ചി കൈവച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഞാൻ തന്നെ. നീ എന്താ വിചാരിച്ചത്? അല്ല, ഇത് ഏത് ലോകത്താ ഇത്രയും ഞെട്ടാൻ മാത്രം? നീ ഇതെന്താ ആലോചിച്ചേ? ധ്രുവ് അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അയാളെപ്പറ്റി ഓർക്കുകയായിരുന്നു. ഏതയാൾ? നമ്മുടെ അജ്ഞാതൻ. അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഏട്ടനെ പറ്റി നീ എന്താ ആലോചിക്കാൻ? ദിവ്യ പറഞ്ഞത് ധ്രുവ് ചോദിച്ചു. ഏട്ടനോ? ഏത് ചേട്ടൻ? ദിവ്യ ചോദിച്ചപ്പോഴാണ് പറഞ്ഞതിലെ അബദ്ധം ധ്രുവിനെ മനസ്സിലായത്. അത് ഞാൻ പിന്നെ. അവൻ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പരുങ്ങി. എന്താടാ, നിനക്കെന്താ ഒരു കള്ളത്തരം? നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടോ? ദിവ്യ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എടി, അത് പിന്നെ ഞാൻ നിന്റെ അജ്ഞാതനെ പറ്റിയാണ് പറഞ്ഞത്. ആളും മിക്കവാറും നമ്മളെക്കാൾ മൂത്തതാകും. അപ്പൊ എനിക്ക് ചേട്ടനാകുമല്ലോ. ധ്രുവ പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. അവന്റെ മറുപടി വിശ്വാസം വരാതെ ദിവ്യ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. നീ ഇങ്ങനെ നോക്കി വഹിക്കേണ്ട, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. അവളൊന്ന് അമർത്തി മൂളി. അതൊക്കെ പോട്ടെ, നീ എന്താ അയാളെ കുറിച്ച് ആലോചിച്ചിരുന്നത്? അതോ, അത് പിന്നെ ഞാൻ അത് ആരാകുമെന്ന് ഓർക്കുകയായിരുന്നു. ഇതുവരെ കണ്ടെത്തായില്ലേ നിനക്ക്? ചില സംശയങ്ങളുണ്ട് എനിക്ക്, പക്ഷെ ഒന്നും തീർപ്പാക്കാൻ സാധിക്കുന്നില്ല. അതാരാണാവോ? ഇനി ഞാൻ അറിയാത്ത ആരെങ്കിലും നിന്റെ ഉള്ളിലുണ്ടോ? എനിക്ക് നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ അറിയാം, പിന്നെ ഇപ്പൊ ആരാ? ധ്രുവ് ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ധ്രുവ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് സങ്കടാകുമോ? സങ്കടമോ? എനിക്കോ? എന്തിന്? നീ പറ മുത്തേ, എന്താ കാര്യം? പറയാം, നിന്നോട് മാത്രമല്ല ഏട്ടന്മാരോടും എനിക്ക് സംസാരിക്കണം. ദേവി പറഞ്ഞതും അവൻ അവളെ സംശയത്തോടെ നോക്കി. അതെന്ത് കാര്യാടാ? ധ്രുവ് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, നീ അവരെയും കൂട്ടി ടെറസിലേക്ക് വാ, ഞാൻ അവിടെ കാണും. ഈ രാത്രി തന്നെ വേണോ? വേണം, ഇറ്റ്സ് റിയലി അർജന്റ്. അതും പറഞ്ഞ് ദിവി മുറിക്ക് പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞതും ധ്രുവ് ബാക്കി നാലിനെയും കൂട്ടി ടെറസിലേക്ക് വന്നു. മോളെ, നന്ദൻ വിളിച്ചതും ആകാശത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചിരുന്ന ദിവി തിരിഞ്ഞു നോക്കി. എന്താടോ മാഷെ, ഈ രാത്രി ഞങ്ങളോടൊക്കെ ഇത്ര കാര്യമായി പറയാനുള്ളത്? ജിത്തു ചോദിച്ചു. പറയാട്ടാ, പറയാനുള്ളതൊക്കെ ഞാൻ പറയാം. ദിവ്യ എല്ലാവരെയും നോക്കി ചിരിയോടെ പറഞ്ഞു. എന്താടാ മോളെ, പറ. നന്ദനാണ്. ഹരിയേട്ടാ, ഏട്ട എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടോ? അവൾ ചോദിച്ചതും ഹരി ഞെട്ടി അവളെ നോക്കി. ഹരി മാത്രമല്ല, ബാക്കി നാലിന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. മോൾ എന്താ അങ്ങനെ ചോദിച്ചത്? ഹരി ചോദിച്ചു. അവന്റെ ചോദ്യത്തിന് ദിവ്യ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. നിന്നോട് ഞാൻ ആദ്യമായി സംസാരിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഒരു നാൾ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാകുമെന്ന്. എന്റെ ചേട്ടന്മാരെ കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞ വാക്കുകളാണിത്. എന്നോടിത് പറയുമ്പോൾ ആ വാക്കുകളിൽ എന്നോടുള്ള നിസ്വാർത്ഥ സ്നേഹം, സൗഹൃദവും അതിലുള്ള വിശ്വാസവും നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ ഇത് വെറും പാഴ്വാക്കുകളായിപ്പോയോ എന്ന് ഞാൻ സംശയിച്ചു. ദേവി പറഞ്ഞതും ബാക്കി അഞ്ചും ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി. ഒരു പുഞ്ചിരിയോടെ ദേവി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഓർമ്മകൾ സുന്ദരമാക്കുന്നതും കഴിഞ്ഞുപോയ നിമിഷങ്ങൾ മനോഹരമാക്കുന്നതും എന്തുകൊണ്ടാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ദിവ്യയുടെ ചോദ്യത്തിന് ധ്രുവ ഇല്ലെന്നും മൂളി. ആ നിമിഷങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്തത് കൊണ്ടാണ് അവ മനോഹരമായത്. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? നിനക്കെന്താ പറയാനുള്ളത്? ധ്യാനാണ്. പറയാട്ടാ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ദിവ്യ പറഞ്ഞു. എന്താ മോളെ, എന്താണെങ്കിലും പറ. ഹരി ചോദിച്ചു. ദിവ്യ പതിയെ ഹരിക്കരികിലേക്ക് ചെന്ന് അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഹരിയും ബാക്കി നാലുപേരും അവളെ തന്നെ സംശയത്തോടെ നോക്കി നിന്നു. ദക്ഷ എവിടെ ഹരിയേട്ടാ? ദിവ്യ ചോദിച്ചതും ഹരി ഞെട്ടി അവളെ നോക്കി. ഹരി മാത്രമല്ല, മറ്റു നാലുപേരുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. നീ നീ എന്താ ചോദിച്ചേ? ഞെട്ടൽ വിട്ടുമാറിയതും ഹരി ദിവ്യയോട് ചോദിച്ചു. ഏട്ടന് ചെവിക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? ദിവ്യ ചെറു ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ഇല്ല, ഹരി പറഞ്ഞു. പിന്നെന്താ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ മോളെ, ഞാൻ. ഹരി എന്തു പറയണമെന്നറിയാതെ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ശരി, കേട്ടില്ലെങ്കിൽ ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ദക്ഷ എവിടെ ഹരിയേട്ടാ? ദേവി വീണ്ടും ഹരിയോട് ചോദിച്ചു. ഹരിക്ക് എന്ത് വേണമെന്ന് അറിയില്ലായിരുന്നു. ബാക്കി നാലു പേരുടെ അവസ്ഥയും അവന്റേത് തന്നെയായിരുന്നു. ദക്ഷിണെ ദിവ്യ മറന്നില്ല എന്നത് അവരെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ഒപ്പം അവളുടെ ചോദ്യം ഭയവും. ദിവി. നന്ദന്റെ വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന ബാക്കി നാലുപേരെയും നോക്കി അവൾ പുഞ്ചിരിച്ചു. ദക്ഷ ആരാ എന്നാകും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? ദിവ്യ നാലാളെ നോക്കി ചോദിച്ചു. അവർ എന്ത് പറയണമെന്നറിയാതെ പരസ്പരം നോക്കി. ഞാൻ പറയാം,
നിങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും അവനെയാണ്, എന്റെ ദക്ഷിനെ. അതും പറഞ്ഞ് അവൾ ദക്ഷിനെ പറ്റി അവരോട് പറഞ്ഞു. അവനെപ്പറ്റി പറയുമ്പോൾ വിടരുന്ന അവളുടെ കണ്ണുകൾ, പുഞ്ചിരി ഉയർന്ന ചുണ്ടുകളും അവളിൽ നിറയുന്ന സന്തോഷവും അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. അത് തന്നെ ധാരാളമായിരുന്നു അവൾക്ക് അവൻ ആരാണെന്ന് ബോധ്യപ്പെടുത്താൻ. എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അവൾ അവരെ നോക്കി. അവർ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽപ്പായിരുന്നു. ഇതൊക്കെ നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചത് മനഃപൂർവ്വമല്ല, അവന്റെ നിർബന്ധം കൊണ്ട്. സോറി, ദിവ്യ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. പൊടുന്നനെ ധ്യാൻ വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഞങ്ങൾക്കെല്ലാം അറിയാം മോളെ, ധ്യാൻ പറഞ്ഞതും ദിവ്യ ഞെട്ടി അവനെ നോക്കി. കൂടെ ബാക്കി 3 പേര്. അവർ അവളെ കണ്ണു ചിമ്മിക്കാട്ടി. എങ്ങനെ? ഹരി പറഞ്ഞു. നന്ദൻ ഒരു ചിരിയോടെ പറഞ്ഞു. ദിവ്യ ഹരിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവൻ അവളെ നോക്കി ഇളിച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾക്കറിയോ ദക്ഷ എവിടെയാണെന്ന്? ദിവ്യ അവരെ നോക്കി ചോദിച്ചു. അറിയാം, ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ വായടിയുടെ ദക്ഷിണെ. ജിത്തു പറഞ്ഞതും ദിവ്യയുടെ മുഖം പൂനിലാവ് ഉദിച്ച പോലെ പ്രകാശിച്ചു. സത്യം? അവൾ വിടർന്ന മിഴിയാലെ ചോദിച്ചു. സത്യം, പക്ഷേ. ധ്രുവ് അവളെ ഒന്ന് നോക്കി. ഞാനായി കണ്ടെത്തണം അല്ലേ അവനെ? ദിവ്യ ഒരു ചിരിയോടെ ധ്രുവിനെ നോക്കി ചോദിച്ചു. അത് നിനക്കെങ്ങനെ അറിയാം? ഹരി ചോദിച്ചു. അവൻ എന്റെ ദക്ഷല്ലേ, അവനെ എനിക്കറിയാം, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ദിവ്യ അതും പറഞ്ഞ് അവിടെ നിന്ന് നടന്നു. അവർ അവൾ പോകുന്നത് നോക്കി നിന്നു. അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പൊടുന്നനെ അവൾ തിരിഞ്ഞു നോക്കി. ഒരു ചോദ്യം കൂടി അവൾ ചോദിച്ചത്. ബാക്കി 4 എന്താ എന്ന പോലെ അവളെ നോക്കി. എനിക്ക് മെസ്സേജ് അയക്കുന്ന അജ്ഞാതൻ അവനല്ലേ? അവൾ ചോദിച്ചതും 5 ആളും അവളെ നോക്കി പുഞ്ചിരിച്ചു. അതിലുണ്ടായിരുന്നു അവൾക്കുള്ള ഉത്തരം. ദിവ്യ നേരെ റൂമിലേക്ക് കയറി ഫോൺ എടുത്ത് രുദ്രനെ വിളിക്കാൻ ഒരുങ്ങി. അത്രത്തോളം അവൾ സന്തോഷത്തിലായിരുന്നു. എന്നോ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ സൗഹൃദം തിരിച്ചു കിട്ടിയ സന്തോഷം. പെട്ടെന്ന് തന്നെ അവൾ അവന്റെ നമ്പർ ഡയൽ ചെയ്തു. ഓരോ റിങ് കേൾക്കുമ്പോഴും അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടുമായിരുന്നു. ഹൃദയവും മനസ്സും ഒരുപോലെ തുടിക്കുകയായിരുന്നു അവന്റെ ശബ്ദം കേൾക്കാനായി. ഒരുപാട് നേരം റിങ് ആയതും മറുപുറത്ത് കോൾ കണക്റ്റായി. ഹലോ. ഉറക്കം മുറിഞ്ഞതിന്റെ ആലസ്യത്തോടെയുള്ള അവന്റെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞു. ദിവ്യയ്ക്ക് തന്റെ ഹൃദയം നിലച്ചു പോകുമോ എന്ന് പോലും തോന്നി. ശ്വാസം എടുക്കാൻ പോലും മറന്ന് അവൾ നിന്നു. അവൻ ശബ്ദമൊന്നും കേൾക്കാതെ ആയത് ഫോണിലേക്ക് നോക്കി. അതിൽ അംശി എന്ന് കണ്ടതും അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ചിരിയോടെ അവൻ ഫോൺ ചെവിയോട് ചേർത്തു. ഹേ ബേബി ഡോൾ, എന്താ മിണ്ടാത്തെ? പിണക്കാണോ എന്നോട്? രുദ്രൻ കുറുമ്പോട് ചോദിച്ചതും ദിവ്യയിൽ പുഞ്ചിരി വിരിഞ്ഞു. ബേബി ഡോൾ, ആർ യു ദേർ? ബേബി ഡോൾ. അവൾ മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൻ വീണ്ടും വിളിച്ചു. അവളുടെ ശബ്ദം കേൾക്കാതെ വന്നതും അവനിൽ ടെൻഷൻ നിറഞ്ഞു. ദക്ഷ്. നിശബ്ദത ഭേദിച്ച് ദിവ്യ വിളിച്ചു. അവളുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും രുദ്രന് ശ്വാസം എടുക്കാൻ പോലും മറന്നു നിന്നു. അവൻ എന്നും കേൾക്കാൻ കൊതിച്ചതാണ് ആ വിളി. അത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ. ദക്ഷ്, ഐ ഫൈൻഡ് ഔട്ട് യു. ദിവ്യ പറഞ്ഞതും അവന് എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു പൊന്തി. ഹൃദയം മിടിക്കാൻ പോലും മറന്നതുപോലെ. എന്താ ഒന്നും പറയാത്തത്? എന്നോട് ദേഷ്യമാണോ? ദിവ്യ ചോദിച്ചു. എന്നാൽ അവളുടെ ചോദ്യത്തിന് മറുപടി വന്നില്ല. ഏറെ നേരം മൗനം മാത്രം തുടർന്നു. ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങൾ മാത്രം പരസ്പരം കേൾക്കാമായിരുന്നു. അംശി. ദീർഘനേരത്തെ മൗനത്തിന് ശേഷം രുദ്രൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. ദിവ്യയ്ക്ക് തന്റെ ഉള്ളിലൂടെ മിന്നൽ കടന്നു പോയതുപോലെ തോന്നി. പരസ്പരം എന്തു പറയണമെന്ന് ഇരുവർക്കും അറിയില്ലായിരുന്നു. നഷ്ടമായെന്ന് കരുതിയ സൗഹൃദം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഇരുവരും. വീണ്ടും ഇരുവർക്കും ഇടയിൽ നിശബ്ദത നിറഞ്ഞു. ഒടുവിൽ ദിവ്യ കോൾ കട്ടാക്കി. അപ്പോഴും അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി എന്നോണം രുദ്രന്റെ മുഖത്ത്. ഇരുവരും അന്നേറെ സന്തോഷത്തോടെ നിദ്ര പുൽകി. പിറ്റേന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതിനാൽ കുളക്കടവിൽ വന്നിരിക്കുകയാണ് ദിവ്യ. അരികിൽ ആരുടെ സാമീപ്യം അറിഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി. അവളെ നോക്കിയിരിക്കുന്ന ചേട്ടന്മാരെയും ധ്രുവിനെയും കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി. എന്താണ് എല്ലാരോടും കൂടി ഒരു വരവ്? ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കാൻ വന്നതാ, ജിത്തു പറഞ്ഞു. എന്താണാവൂ? ദിവ്യ ചോദിച്ചു. നീ എങ്ങനെ ദക്ഷിണ കണ്ടെത്തി? ഹരി ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടത് ദിവ്യ ഒന്ന് ചിരിച്ചു. പിന്നെ പറയാൻ തുടങ്ങി. സത്യത്തിൽ ആ മെസ്സേജ് വന്ന് തുടങ്ങിയപ്പോൾ അതൊരിക്കലും ദക്ഷ ആയിരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ ആലോചിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് ആ പേര് മാത്രമാണ്. നിങ്ങളെ കൂടാതെ എന്നെ ഇത്രയും അടുത്തറിഞ്ഞത് അവൻ മാത്രമാണ്. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. അപ്പോൾ നീ അവനെ മറന്നില്ലായിരുന്നോ? ധ്യാൻ ചോദിച്ചു. അതിനവളൊന്ന് ചിരിച്ചു. മറക്കാൻ എനിക്കവൻ അന്യനല്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സൗഹൃദം. കണ്ടിട്ടില്ലെങ്കിലും മനസ്സിൽ അത്രയേറെ പതിഞ്ഞ വ്യക്തി, അതായിരുന്നു അവൻ. പിന്നെ നീ ഇത്ര കാലമായി അവനെപ്പറ്റി ചോദിക്കാതിരുന്നത് എന്താ? ഹരി ചോദിച്ചു. ഏട്ടൻ ഓർമ്മയുണ്ടോ എന്നെ വിളിച്ച് അവൻ പോയ വിവരം പറഞ്ഞത്? അന്ന് അത് കേട്ടപ്പോ ഞാൻ ആകെ തകർന്നു പോയി. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ഞാനാണെന്ന് പറഞ്ഞിട്ട് എന്നോടൊരു വാക്കുപോലും പറയാതെ. സഹിച്ചില്ല. കൂടുതലൊന്നും കേൾക്കാനും തോന്നിയില്ല. കോൾ കട്ടാക്കി ഒരുപാട് നേരം കരഞ്ഞു. എന്തിനെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഇങ്ങനെ ഒരിക്കൽ അവിടെ നിന്നും മടങ്ങിപ്പോകൂ എന്നറിയാം.
പോകാനുണ്ടായ സാഹചര്യം. എന്നാൽ മനസ്സൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ആദ്യമൊക്കെ വിഷമമായിരുന്നെങ്കിൽ പിന്നീട് വാശിയായി. ഏട്ടനോട് അവനെപ്പറ്റി ചോദിക്കില്ല എന്ന് ഉറപ്പിച്ചു. ഏട്ടൻ പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വെറുപ്പും ദേഷ്യവും ഒന്നുമല്ല. അതിലുമുപരി ഒരു ഒളിച്ചോട്ടമായിരുന്നു എന്ന് തന്നെ പറയാം. അവനെ കുറിച്ച് അറിഞ്ഞാൽ വീണ്ടും ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അന്നു മുതൽ മറന്നുവെന്ന് ഞാൻ എത്ര വാശി പിടിച്ചാലും മായാതെ അവൻ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഓർമ്മകളുടെ കൂട്ടിൽ ഞാൻ താഴിട്ട് സൂക്ഷിച്ച എന്റെ സൗഹൃദം, അവനെ ഞാൻ ഒരിക്കലും മറക്കില്ല. ദിവ്യ പറഞ്ഞു നിർത്തി. എല്ലാ മുഖങ്ങളിലും സന്തോഷം മാത്രം. അവൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. അന്നത്തേതിനു ശേഷം അവനെ കണ്ടപ്പോ ആദ്യം തിരക്കിയത് നിന്നെയാണ്. അത്രത്തോളം ഉണ്ട് അവന് നിന്നോടുള്ള സ്നേഹം. അവൻ നീ എന്നും പ്രിയപ്പെട്ടതാണ്, മറ്റെന്തിനേക്കാളും. ഹരി പറഞ്ഞതും ദിവ്യയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഞാനും മിസ് ചെയ്തു വല്ലാതെ. ആ മോൺസ്റ്ററിനെ കാണുമ്പോഴൊക്കെ ഞാൻ അവനെ വല്ലാതെ മിസ് ചെയ്യും. രുദ്രനെ കാണുമ്പോഴോ? ആ, അതെന്താ? ഏട്ടനെ കാണുമ്പോ? ധ്രുവ ചോദിച്ചു. അത് അങ്ങേര് ഫുൾ കലിപ്പല്ലേ. ഹരിയേട്ടൻ പറഞ്ഞത് വെച്ച് എന്റെ ദക്ഷിൺ കലിപ്പന. എന്റെ അടുത്ത് മാത്രമേ സോഫ്റ്റ്. അതാ ആ കാലനെ കാണുമ്പോ ഓർമ്മ വരുന്നത്. പിന്നെ ദിവ്യ ഒന്ന് നിർത്തി. പിന്നെ പിന്നെ പണ്ട് ദക്ഷിണോട് അവനെ കാണാൻ എങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോ അവൻ ഓരോന്ന് പറഞ്ഞു തന്നു. കണ്ണിങ്ങനെ, മൂക്കിങ്ങനെ എന്നൊക്കെ. അവൻ പറഞ്ഞത് വെച്ച് ഞാൻ നോക്കിയപ്പോ മോൺസ്റ്റർ അവനെ പോലെ ആണെന്ന് തോന്നി. ദിവ്യ പറഞ്ഞത് ബാക്കി 5 ഞെട്ടി. രുദ്രനെ പോലെയോ? ചിത്തു അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു. ദിവ്യ ഒന്ന് മൂളി. അടിപൊളി. അങ്ങേരാണ് ഇങ്ങേരെന്ന് ഇവളോട് ആരെങ്കിലും ഒന്ന് പറ. ധ്രുവിന്റെ ആത്മയാണ്. ഇനി അവനെ പോലെ ആണെങ്കിലോ? ധ്യാനൊന്ന് എറിഞ്ഞു നോക്കി. അവൾ ക്യാച്ച് ചെയ്താൽ ഭാഗ്യം. ദിവ്യ അല്പനേരം ആലോചിച്ചിരുന്നു. പിന്നെ ധ്യാനെ നോക്കി വീണ്ടും ആലോചന. ആ, ചെക്കന് ലുക്കൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. സ്വഭാവം തനി തറയ. ദിവ്യയുടെ ആത്മ. ഡേ, നീ എന്താ ആലോചിക്കുന്നേ? നന്ദനാണ്. അതൊന്നുമില്ല, ഞാൻ ചേട്ടൻ പറഞ്ഞ ആലോചിച്ചതാ. ആ തെണ്ടി മോൺസ്റ്റർ ഒന്നും എന്റെ ദക്ഷല്ല. അവനെ കാണാൻ കുറച്ച് ലുക്കുണ്ടെന്നേ ഉള്ളു. വെറും ചെറ്റയാണ്. ദിവ്യ കലിപ്പോടെ പറഞ്ഞു. അപ്പൊ അവന് ലുക്കുണ്ടല്ലേ? ഹരി ചോദിച്ചു. ആ, കുഴപ്പമില്ല. ദിവ്യ പുച്ഛത്തോടെ പറഞ്ഞു. എന്തോ? ധ്രുവാണ്. ഓ, മോൺസ്റ്റർ ആള് കിടു തന്നെ പോരെ. അഞ്ജനയെ നോക്കി പല്ലെറിമിക്കൊണ്ട് അവൾ പറഞ്ഞു. ഓ ഗോഡ്, ഈ വീട്ടിൽ എല്ലാം ആ തെണ്ടിയുടെ കൂടെയാണ്. നമുക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കുറവാ. ദിവ്യയുടെ ആത്മ. അതെ, ഇവിടെ എന്താ ചർച്ച? ശബ്ദം കേട്ടതും എല്ലാം തിരിഞ്ഞു നോക്കി. നിൽക്കുന്നു മുറ്റത്തൊരു മഞ്ഞക്കിളി. സോറി, മഞ്ഞക്കിളിയല്ല, നീരുത കൊച്ച് മഞ്ഞ ചുരിദാറിട്ട് ഇറങ്ങിയേക്കുവാ. ഒരു ബോംബിടുന്ന കാര്യം പ്ലാൻ ചെയ്യുമായിരുന്നു ചേച്ചി. ദിവ്യാണ്. ആ, നീയാണ് ഇടുന്നതെങ്കിൽ ടെൻഷൻ വേണ്ട, ചീറ്റത്തേ ഉള്ളൂ. നീരു അവളെ കളിയാക്കി. പുല്ല് വേണ്ടായിരുന്നു. വീണ്ടും അപമാനം. വീണ്ടും ദിവ്യയുടെ ആത്മ. കിട്ടിയോ? ധ്രുവാണ്. ചോദിച്ചു വാങ്ങിച്ചു. ദിവ്യ പറഞ്ഞു. ഓ, ഒന്ന് നിർത്തടാ, ഞങ്ങൾ ഓരോന്നും സംസാരിച്ചിരുന്നതാ. അല്ല, നീ എന്താ ഇവിടെ? ധ്യാൻ ചോദിച്ചു. നിന്നെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതിന് വന്നതാ. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു എല്ലാം ഇവിടെയാണെന്ന്. നീരു പറഞ്ഞു. എന്റെ പൊന്നു ചേച്ചി, എന്റെ ചേട്ടൻ ഒന്ന് ഓഫീസിൽ പോയി തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്ത കേസും കൊണ്ട് വന്നോ? ധ്രുവ അവളെ നോക്കി ദയനീയമായി ചോദിച്ചു. വരാതെ നിവർത്തിയില്ലല്ലോ, കിട്ടുന്ന ഡീറ്റെയിൽസ് കൊടുക്കണമല്ലോ. നീ ഒന്ന് വന്നേ ധ്യാൻ. നീരു പറഞ്ഞു. എന്താ, ഇവിടെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലേ? ദേവി ചോദിച്ചു. ആ, പറ്റില്ല. ആദ്യം നീ ഒന്ന് വളരട്ടെ, എന്നിട്ട് പറയാം. നീരു പറഞ്ഞു. അയ്യേ, ഇതിൽ കൂടുതൽ ഞാൻ ഇനി പൊക്കം വെക്കില്ല. ഇനി വളരില്ല എന്ന്. പിന്നെ സീക്രട്ട് ഒക്കെ കേൾക്കാനുള്ള പ്രായം എനിക്കായി. എനിക്ക് 19 വയസ്സാകാറായി. ദേവി പറഞ്ഞു. പിന്നെ വളർന്നു പോലും. തലയിലെ മുട്ടത്തോട് ഇതുവരെ പോയിട്ടില്ല. പിന്നെ നീരു അവളെ പുച്ഛിച്ചു. അയ്യേ, അത് മുട്ടത്തോടല്ല ചേച്ചി, താരന. ധ്രുവാണ്. തെണ്ടി. വീണ്ടും ദിവ്യയുടെ ആത്മ. ഓ, ഒന്ന് നിർത്തൂ. എല്ലാം ഒന്നിനൊന്നും മെച്ചം. എന്റെ പൊന്നു നീരു, നിനക്കെങ്കിലും അല്പം ബോധം വേണ്ടേ? ധ്യാനെ, ഇവളെ കൊണ്ട് പോവാൻ നോക്ക്. നന്ദൻ പറഞ്ഞു. ഞാൻ വേഗം നീരുവിനെയും കൂട്ടിക്കൊണ്ട് പോയി. പിന്നെ ഞാൻ കേൾക്കാൻ പാടില്ല പോലും. അതെന്താ, ഇവർ സംസാരിക്കുന്ന മറ്റേതാണോ? ദിവ്യ അവർ പോകുന്ന വഴിയെ നോക്കി കലിപ്പോടെ ചോദിച്ചു. മറ്റേതോ? ജിത്തു സംശയത്തോടെ അവളെ നോക്കി. ആ, ഏ ആണോന്ന്. ഏയോ? ആ, നമ്മളിത് എത്ര കണ്ടതാ. ദിവ്യ ചുണ്ടു പൊട്ടിക്കൊണ്ട് പറഞ്ഞു. എന്ത്? ഹരിയാണ്. ഏ, എവിടെന്ന്? നന്ദൻ ചോദിച്ചു. അയ്യേ, നമ്മുടെ എല്ലാവരുടെയും പേരിലുണ്ടല്ലോ ABCDയിലെ എ. ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? സില്ലി ക്വസ്റ്റ്യൻ. ദേവി പറഞ്ഞു. ഓ, അതാണോ? 4 നെഞ്ചി കൈവച്ച് ആശ്വസിച്ചു. എന്താ നോക്കുന്നേ? ദേവി ചോദിച്ചു. ഞങ്ങൾ ரொம்ப ദൂരം പോയിട്ടെ. ചിത്തു പറഞ്ഞു. അയ്യേ, മ്ലേച്ഛം. അതും പറഞ്ഞു ദിവ്യ ഓടി. അല്ല വലിയേട്ടാ, ശരിക്കും ഈ എ എന്ന് പറയുമ്പോൾ? ധ്രുവാണ്. വീട്ടിൽ കയറി പോടാ, അവന്റെ ഒരു എ. നന്ദൻ കലിപ്പിച്ചു പറഞ്ഞു. ഇങ്ങർക്ക് വട്ടായോ? ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ പോയതല്ലേ. അതും പറഞ്ഞ് ധ്രുവ് പോയി. പരസ്പരം ഒന്ന് നോക്കി ബാക്കി